കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് iOS 18.3.1 അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ള പല ഇഷ്യൂസും ബഗ്ഗുകളും അതിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫോളോ അപ്പ് റിവ്യൂ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് 18.3 അപ്ഡേറ്റ് നമ്മൾ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഡിവൈസിലും 15, 14, 16, 13, 12 സീരീസിലുള്ള എല്ലാ ഡിവൈസുകളിലും ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ചെയ്തു. ഇതൊരു മൈനർ അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ കൂടെയും ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഫോണിൽ ചെയ്തത് എൻ്റെ മെയിൻ ഡിവൈസ് ആയിട്ടുള്ള 16 പ്രോയിൽ ഞാൻ ചെയ്തത് iTunes ഉപയോഗിച്ചാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ അപ്ഡേറ്റ് 18.3 അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈവൻ ദോ അവർ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽസ് സെയിം ആണെങ്കിൽ പോലും ഒരേ രീതിയിലല്ല അത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ചിലവർക്ക് അത് പ്രോബ്ലംസ് ഉണ്ടായേക്കാം, ചിലവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനും സാധിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അപ്ഡേറ്റ് 16 പ്രോയിൽ ഇച്ചിരി വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. 16 പ്രോയിലും 15 പ്രോയിലും ബാറ്ററി ഡ്രെയിനിങ് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ബഗ്ഗുകളൊക്കെ നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാനുവലി ഈ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തത്. എപ്പോഴും ഞാൻ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് iTunesൻ്റെ ഓപ്ഷനിൽ നിന്ന് തന്നെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ IPSW ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്, മാനുവലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യാൻ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ഒരു എറർ മെസ്സേജാണ് വന്നത്. ഇത് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയലാണ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഫയലാണ്, സോ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഇതേ സെയിം എറർ മെസ്സേജാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എററുകൾ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ iTunesന് പുറമെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം വിൻഡോസിലാണെങ്കിൽ 3U ടൂൾസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, മാക്കിലാണെങ്കിൽ iMazing ഉണ്ട്. iMazing ഒരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്, പക്ഷേ എനിക്ക് അത് ഉള്ളതുകൊണ്ട് ഞാൻ iMazing ഉപയോഗിച്ച് ഈ ഒരു നമുക്ക് iTunesൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിന് എക്സ്ട്രാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു iMazing ഇതുപോലെ 3U ടൂൾസ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാക്കപ്പ് ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് അപ്ഡേറ്റ് കൊടുത്തു. അങ്ങനെ ഞാൻ iMazing ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്ഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഡിവൈസ് മൊത്തത്തിൽ ഈ ഫോട്ടോ, ഇത് ഞാൻ എടുത്ത ഫോട്ടോ ആണ്, ഇതുപോലത്തെ ഒരു വെള്ള സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്ഡേറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കറിയാം ആപ്പിൾ ലോഗോ വരും, അതിൻ്റെ താഴെ ഒരു പ്രോഗ്രസ് ബാർ വരും. അങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ്, അതായത് അപ്ഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഫോൺ റീസ്റ്റാർട്ടായി നമ്മൾ നോർമൽ യൂസർ ഇൻ്റർഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പകരം ഇതിൽ വൈറ്റ് ഇൻ്റർഫേസ് ആണ് വന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഡാറ്റ റിക്കവറി മോഡാണ്. അതായത് എൻ്റെ യൂസർ ഡാറ്റ കറപ്റ്റഡായി, ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കറപ്റ്റഡായി, അപ്പം റിക്കവറി മോഡിലേക്ക് വന്നേക്കുവാണ്. പൊതുവേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസം എന്ന് പറയുന്നത് ഡിവൈസ് ഒന്നെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ആൻഡ് പ്രോസസ്സിൻ്റെ ഇടയിൽ അങ്ങ് സ്റ്റക്കായി ഫ്രീസായി പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് പ്രോഗ്രസ് ബാർ ഒന്നും ലോഡാകത്തില്ല, അങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഈവൻ ദോ നിങ്ങളുടെ ഫോൺ ഇങ്ങനെ അപ്ഡേറ്റ് പ്രോസസ്സിനിടയ്ക്ക് സ്റ്റക്കായാലും നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, അതായത് നിങ്ങളുടെ യൂസർ ഡാറ്റ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഡിവൈസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ OS ആണ് അപ്ഡേറ്റ് ആകുന്നത്, ഒരിക്കലും യൂസർ ഡാറ്റയുടെ മേലിലേക്ക് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ യൂസർ ഡാറ്റ എപ്പോഴും സേഫാണ്. അതിന് പകരം OSൻ്റെ ഫയലാണ് ഈ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അൺടച്ചഡ് ആയിട്ടുള്ള യൂസർ ഡാറ്റ എപ്പോഴും സേഫ് സോണിലിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയാൽ പോലും ഡിവൈസ് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ഫോൺ ഒന്ന് റിക്കവറി മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇത് റീസ്റ്റോർ ചെയ്യാൻ, സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫോൺ പഴയ പോലെ ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഒരിക്കലും iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡിവൈസ് സ്റ്റക്ക് ആയാലും നിങ്ങൾ വറി ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യൂസർ ഡാറ്റയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അങ്ങനെ ഈ ഒരു ഡിവൈസ് വൈറ്റ് സ്ക്രീനിൽ വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഡയറക്റ്റ് ഡാറ്റ റിക്കവറി പ്രോസസ്സ് സ്റ്റാർട്ട് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈസ് ഒന്നും റീസ്റ്റാർട്ട് പോലും ചെയ്യാൻ സാധിക്കത്തില്ല. റീസ്റ്റാർട്ട് ആയാലും വീണ്ടും ഈ ഒരു ഓണായി വരുന്നത് ഡാറ്റ റിക്കവറി മോഡിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ കംപ്ലീറ്റ്ലി എനിക്കൊന്ന് ഒരു 10-20 മിനിറ്റ് എടുത്ത് കാണും ഡാറ്റ മൊത്തം കംപ്ലീറ്റ് റിക്കവറായി അതിനുശേഷം റീസ്റ്റാർട്ടായി വരുന്നത് നമ്മുടെ ഹോം സ്ക്രീനിലേക്കാണ്. അതാണ് എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ്. ഇനി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിവൈസിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പം എല്ലാ ഡിവൈസിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അങ്ങനെ സ്റ്റട്ടറിങ്ങോ അങ്ങനത്തെ ഹിക്കപ്പോ കാര്യങ്ങളൊന്നും എൻ്റെ യൂസേജിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എക്സെപ്റ്റ് ഞാൻ കമൻസിൽ കണ്ടായിരുന്നു ചില യൂസേഴ്സ് അവരുടെ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ക്രാഷ് ആകുന്നു എന്നുള്ള കാര്യം. നിങ്ങൾ എപ്പോഴും തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ. ഇതുപോലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡെവലപ്പേഴ്സും അവരുടെ മൈനർ ബഗ് ഫിക്സുകളും ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ കൊണ്ടുവരുന്ന അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുള്ളതാണ്, റിലീസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആക്കി കീപ്പ് ചെയ്യുക. രണ്ടാമത് നെറ്റ്വർക്കാണ്. കാരണം കൂടുതലായിട്ട് ഈയിടെ കേൾക്കുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്ക് റേഞ്ച് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നോ സർവീസ് കാണിക്കുന്നു, അങ്ങനത്തെ ഉള്ള പല ഇഷ്യൂസും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ എനിക്ക് ചില സമയങ്ങളിൽ 2-3 കട്ടയൊക്കെ ഉള്ളൂ. അത് ചിലപ്പം റേഞ്ചിൻ്റെ ആയിട്ട് ഞാനിപ്പം ഉള്ള ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. അല്ലാതെ എനിക്ക് കോൾ ഡ്രോപ്പ് ആകുന്ന ഇഷ്യൂസോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഈ റേഞ്ചിൻ്റെ കാര്യത്തിൽ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് റേഞ്ചിൻ്റെ ഇതിലുണ്ടാകുന്ന ഡ്രോപ്പ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ കോൾ കട്ടാകുന്ന ഇഷ്യൂസ് അങ്ങനത്തെ യാതൊരു പ്രോബ്ലവും ഇല്ല. കാരണം
ഞാൻ ഉപയോഗിക്കുന്ന US ഐഫോൺ ആണ്. US മോഡലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സിം മാത്രമേ ഉള്ളൂ. ഇതിൽ ഫിസിക്കൽ സിം ഇടാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. ഈ സിം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പൊതുവേ ഉള്ളൊരു ധാരണയാണ് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ സാധിക്കത്തില്ലല്ലോ. അതോടൊപ്പം തന്നെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നാൽ നമുക്ക് ജിയോയുടെ സർവീസ് സെൻറ്ററിൽ പോയി ഇത് ചെയ്യേണ്ട ആവശ്യം വരല്ലേ. എനിക്ക് ഇതുവരെ യാതൊരു പ്രോബ്ലംസും ഇല്ല. ഞാൻ ഈ സിം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഈ സിം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 അപ്ഡേറ്റ് ആയിട്ട് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ നെറ്റ്വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഹിക്കപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജനറൽസിൽ പോയിട്ട് ഏറ്റവും താഴെ റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ഇത് ചെയ്ത് നോക്കിയിട്ട്, അതായത് ഇത് ചെയ്യുമ്പം നമ്മളെ സിമ്മ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി റീസെറ്റ് ചെയ്തിട്ടും ഇതേ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക. നിങ്ങളിപ്പം ജിയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്താൽ മതി. അത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാറ്ററി ഒരു മെയിൻ ഘടകമാണ്. കാരണം ഹെൽത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ പോകും. ബാറ്ററി ഹെൽത്ത് ഇപ്പോഴും 100% ഉണ്ട്. സൈക്കിൾ കൗണ്ട് 156 ആണ്. സോ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോസിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്ഡേറ്റ് ചെയ്തിട്ട് ഹെൽത്ത് മാറുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം 1, 2, 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ ആക്യുറസി എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പൊതുവെ ഈ ഒരു ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകാനുള്ള ചാൻസസ് ഉള്ളത് നോർമലായിട്ടുള്ള കാര്യമാണ്. ഇനി ബാറ്ററി പെർഫോമൻസിലേക്ക് വരുമ്പം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാറ്ററിയാണ് ആദ്യം ആ ഒരു അപ്ഡേറ്റ് ചെയ്ത 3-4 ദിവസം എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് ഡ്രെയിനിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്തു. റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്ത് 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ഇതുപോലെ ബാറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ഒന്ന് ചെയ്യുക. എന്നിട്ട് 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട്, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റേരിയോ. അതായത് നമ്മൾ കാറിലേക്ക് കയറുന്ന ടൈമിൽ സ്റ്റേരിയോ ഓൺ ആയിരിക്കും. ആ ടൈമിൽ ഡിവൈസിൽ ഇപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിലോ എന്തെങ്കിലുമൊക്കെ പാട്ട് പ്ലേ ചെയ്തു, അതെപ്പോഴോ പ്ലേ ചെയ്തു നമ്മൾ കളഞ്ഞൊരു കാര്യമാണ്. പക്ഷേ കാറിലേക്ക് കയറുമ്പം ഈ ഒരു സ്റ്റേരിയോയിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുകയും ഈ ഒരു പാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. അത് ഞാൻ പോസ് ആക്കിയാലും വീണ്ടും ചിലപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓഡിയോ പ്ലേ ആകുന്ന പ്രോബ്ലം ഞാൻ പലതവണ ഇപ്പം ഫേസ് ചെയ്തു. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും കമൻ്റായിട്ടും കഴിഞ്ഞ വീഡിയോയുടെ കമൻ്റായിട്ടും അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജായിട്ടും അയച്ചിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, പ്രോബ്ലംസിന് അതിനുള്ള സൊല്യൂഷൻസുമാണ്. ഒന്നാമത്തെ കാര്യം ഫേസ് ID മിറർ ഉപയോഗിച്ച് അൺലോക്ക് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രോബ്ലം ആണോ, അല്ലോ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു ഫേസ് ID എന്ന് പറയുന്നത് ഇത് പല സെൻസേഴ്സിൻ്റെയും കോമ്പിനേഷനിൽ വർക്കാകുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് ഫ്ലഡ് എലിമിനേറ്റർ ഉണ്ട്, ഡോട്ട് പ്രൊജക്ടർ ഉണ്ട്, നമ്മളുടെ ട്രൂഡപ്പ് സെൻസർ ക്യാമറ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു ഫേസ് ID ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു 3D സ്കാനറോ കാര്യങ്ങളോ അല്ല. അതിനാണ് നമുക്ക് ബാക്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ വന്നിരിക്കുന്നത്, ലൈഡാർ സെൻസർ വന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 3D ഒബ്ജക്റ്റിനെ സ്കാൻ ചെയ്യുന്നത്. ഒരിക്കലും ഫേസ് ID എന്ന് പറയുന്നത് 3D സ്കാനർ അല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫേസ് ID വർക്കാകുന്നത് ഡോട്ട് പ്രൊജക്ടേഴ്സ് നമ്മളുടെ ഫേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഫേഷ്യൽ ആ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്തിട്ടാണ് ഡിവൈസ് അൺലോക്ക് ആകുന്നത്. അങ്ങനെയാണ് ബയോമെട്രിക് വർക്കാകുന്നത്. ഓൾറെഡി നമ്മൾ ഫേസ് ID സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡാറ്റ സേവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈവൻ തോ നമുക്ക് പിമ്പിൾസ് വന്നാലോ അല്ലെങ്കിൽ കണ്ണാടി സൺഗ്ലാസോ ഷെയ്ഡുകൾ നമ്മൾ വെച്ചാലോ ഈവൻ ബിയേർഡ് നമുക്ക് വളർന്നാൽ പോലും നമ്മുടെ ഫേസ് ID അപ്പോഴും വർക്കാകുന്നതിൻ്റെ കാരണം അതാണ്. ഫേസ് ID ഈവൻ ഹെൽമെറ്റ് വെച്ചാൽ പോലും വർക്കാകാറുണ്ട്. അതുകൊണ്ട് മിററിലുള്ള ആ ഒരു ഇമേജ് നോക്കി എങ്ങനെയാണ് നമ്മളെ ഫേസ് ID വർക്കാകുന്നത്? തീർച്ചയായിട്ടും വർക്കാവും. അതായത് നമ്മളുടെ റിയൽ ടൈം ഫേസിൻ്റെ അതേ റിഫ്ലക്ഷൻ തന്നെയാണ് ഒരു മിററിലും വരുന്നത്, നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്ത് സർഫേസിലും നമ്മളുടെ കറക്റ്റ് റിഫ്ലക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളുടെ ഫേസ് ID നമ്മളുടെ ഫേഷ്യൽ സ്ട്രക്ചർ സ്കാൻ ചെയ്യും. അതേ സെയിം സ്ട്രക്ചർ തന്നെയാണോ നമ്മളുടെ ഡിവൈസിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത് കമ്പയർ ചെയ്തിട്ടാണ് ഫേസ് ID അൺലോക്ക് ആകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അറ്റൻഷൻ അവെയർനെസ് ഫീച്ചറാണ്. നമ്മളുടെ ഫേസ് ID സെറ്റിങ്സിനകത്ത് തന്നെ അറ്റൻഷൻ അവെയർ ഫീച്ചറുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് അൺലോക്ക് ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം അൺലോക്ക് ആകത്തില്ല. ഇതൊരു പ്രോബ്ലമോ എററോ ഒന്നുമല്ല. ഇതിങ്ങനെയാണ് ഫേസ് ID വർക്കാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇൻകമിങ് കോളിന് സൗണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇൻകമിങ് കോളിൽ വരുമ്പം നിങ്ങൾക്ക് സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കയ്യിൽ ഫോൺ ഓപ്പൺ ആക്കി പിടിച്ചേക്കുവാണ്, ആ സമയത്താണ് കോൾ വരുന്നതെങ്കിൽ സൗണ്ട് കേൾക്കത്തില്ല.
കേൾക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവൈസ് അൺലോക്ക് ആയിരിക്കുന്ന സമയത്തോ നമ്മളുടെ ഫേസ് ID ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള സമയത്തോ കോളിന് സൗണ്ട് ലഭിക്കത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും നിങ്ങൾ വെച്ചിട്ട് പോവുകയാണ്, കോൾ വരുന്ന ടൈമിൽ നിങ്ങൾ ഫോണിൽ വെറുതെ ഇതാരാണ് വിളിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി വെറുതെ സ്ക്രീനിലേക്ക് നോക്കുന്ന ടൈമിൽ തന്നെ ഫോണിൻ്റെ ആ റിങ്ങിങ് സൗണ്ട് അങ്ങ് കുറയും. കാരണം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഫീച്ചറാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഈ റിംഗ് ടോൺ ആൻഡ് അലേർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ലൈഡർ അത് ഫുൾ ആണോ എന്ന് നോക്കുക. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാലും ഈ പറഞ്ഞ പോലെ ഇൻകമിങ് കോളുകളുടെ റിംഗ് ടോൺ കേൾക്കത്തില്ല. പിന്നെ ലെൻസ് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാമറയുടെ ബ്ലാക്ക് ഔട്ട് ആകുന്നതിൻ്റെ ഇഷ്യൂ എന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഫോളോ അപ്പ് വീഡിയോയിൽ. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ക്യാമറ സ്വിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ലെൻസ് സ്വിച്ച് ചെയ്യുന്ന സമയത്തുള്ള നമുക്കറിയാം കുറച്ച് ഗ്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 0.5x ഉണ്ട്, 1x ഉണ്ട്, 2x ഉണ്ട്, 5x ഉണ്ട്, 15x ഉണ്ട്. 16 പ്രോയിലെ കാര്യമാണ്. ഇതിൽ ഈ 5xും 1xും 0.5xും എന്ന് പറയുന്നതാണ് ഒറിജിനൽ ലെൻസ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ 3 ക്യാമറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ലെൻസുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു 0.5 നിന്ന് 1ലേക്ക് വരുന്നതും 1 നിന്ന് 2ലേക്ക് പോകുന്നതും 2 നിന്ന് 5ലേക്ക് പോകുന്നതും എല്ലാം തന്നെ ഡിജിറ്റൽ സൂമിംഗ് ആണ്. അതായത് 1 തൊട്ട് 5 വരെ നിങ്ങൾ പോകുന്ന എല്ലാം ഡിജിറ്റൽ സൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ലെൻസിൽ നിന്ന് എടുക്കുന്ന ക്വാളിറ്റിനേക്കാൾ കുറച്ചും കൂടെ കുറവായിരിക്കും ഈ ഒരു സൂം റേഞ്ചിൻ്റെ ഇടയിൽ നിങ്ങൾ പോയി ഫോട്ടോ എടുക്കുന്ന ടൈമിലുണ്ടാകുന്ന ലഭിക്കുന്ന ഫോട്ടോസിൻ്റെ അല്ലെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 18.3.1 അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് യുവാസ് വൺസ് അഗൈൻ. ദിസ് ഇസ് me, Milan. Catch you guys next video. Until then, peace.